പുനലൂരിൽ കാണാതായ വയോധികയെ കിണറ്റിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. 78 വയസ്സുള്ള ലീലാമ്മയാണ് ഫയർഫോഴ്സ് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. പോലീസും ബന്ധുക്കളും നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് കാണാതായ ലീലാമ്മയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടത്. ഫയർഫോഴ്സ് എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഇവര് കിണറ്റിൽ വീണത് അറിയാതെ ആളുകൾ ഇവരെ കാണാതെ പോയി എന്ന് വിചാരിച്ചതായിരിക്കും അല്ലെ? എങ്ങനെയാണ് പിന്നീട് കിണറ്റിൽ ഇവരെ കണ്ടെത്തുന്നതും ഫയർഫോഴ്സ് ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതും? ഇത് ലീലാമ്മയുടെ രണ്ടാം ജന്മം എന്ന് പറയേണ്ടി വരും. 2 ദിവസം മുമ്പാണ് ഇവരെ കാണാതാകുന്നത്. കാര്യം കുണ്ട്രയിലെ മകളുടെ വീട്ടിലായിരുന്നു ലീലാമ്മ ഉണ്ടായിരുന്നത്. പുനലൂരിലെ മകൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അതിനുശേഷം മകൾ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്, എറണാകുളത്ത് പോലീസിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജോലി സംബന്ധമായി അവർ പോയിരുന്നു. 2 ദിവസമായി അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അവസാനം മകൾ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. ആദ്യം റെയിൽവേ സ്റ്റേഷനിലെത്തി, പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വന്ന സമയത്ത് ആ അമ്മ അവിടെ ഇറങ്ങിയോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ചു. CCTVയിലൊക്കെ വ്യക്തമായിരുന്നു. അതിനുശേഷം പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ളൊരു കാര്യം കണ്ടെത്താനായില്ല. അതിന് പിന്നീട് പല സ്ഥലങ്ങളിലും, പല പ്രദേശങ്ങളിൽ, കുണ്ട്രയടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധിച്ചു. അവസാനമാണ് വീടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധിച്ചു. അങ്ങനെ വീടിൻ്റെ സമീപത്തൊരു പഴയ കിണറുണ്ട്. ആ കിണറിൽ അബദ്ധത്തിൽ ഈ അമ്മ വീണതാണ്. ആ കിണറ്റിൽ നിന്ന് ഒരു ശബ്ദം കേട്ടുകൊണ്ട് ആൾക്കാർ പോയി നോക്കിയപ്പോഴാണ് ആ അമ്മ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഏതാണ്ട് 1-2 ദിവസമായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അമ്മയുടെ ചികിത്സ കഴിയേണ്ടതുണ്ട്. ചികിത്സയുടെ ഭാഗമായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പക്ഷേ ഏതാണ്ട് 2 ദിവസത്തോളം ആ കിണറ്റിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ഈ വലയ്ക്കകത്ത് കയറ്റി സുരക്ഷിതമായി മുകളിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നമുക്ക് ഒരു തിങ്കളാഴ്ച ഉണ്ടായൊരു അനുഭവം അറിയാം. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോയ സമയത്ത് കിണറ്റിലേക്ക് ഇറങ്ങി അപകടത്തിൽപ്പെട്ട് മരിക്കുകയൊക്കെ ചെയ്ത സംഭവം നമുക്ക് കൊട്ടാരക്കരയിൽ കണ്ടതാണ്. അതിൻ്റെ ദുഃഖം ഒന്ന് മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടേക്ക് ഇറങ്ങി ആ അമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ പലരും അറിയാതെ പോയത് ഇപ്പം ആ ഒരു കിണർ ഉപയോഗിക്കുന്നതല്ല, ഒരു താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വലിയ ആൾക്കാർ ആരും തന്നെ പോകുന്നതല്ല. ചിലപ്പോൾ ഏതെങ്കിലും നിലവിൽ ഇത്രയും നേരം ഈ വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പൂർണ്ണമായും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. കാര്യം 78 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു അമ്മയാണ്. അവരിൽ നിന്ന് കാര്യങ്ങൾ പതുക്കെ ഈ രോഗത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും വലിയ ആശ്വാസമാണ്. കാര്യം കുറേ ദിവസമായി കാണാതായിരുന്ന ഒരാളെ കണ്ടെത്തുക, അത് തൊട്ടടുത്ത് ഈ കിണറ്റിൽ വീണ് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നു അത് വലിയ ദുഃഖമായി മാറിയേനെ. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ആ അമ്മയെ ജീവനോടുകൂടി പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ വലിയ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്.